ഇതാണിപ്പം നമ്മളെ നാടിൻ്റെ അവസ്ഥ. ഒരു ലീഗോ അല്ലെങ്കിൽ ഒരു കേരളോത്സവമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പം നല്ല ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ തീരെ ആൾക്കാരുണ്ടാവില്ല. ഇതിപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് ഫുട്ബോൾ തുടങ്ങിയതാണ്. 6 മണിക്ക് ഫുട്ബോൾ തുടങ്ങി ഒരു 7 മണി വരെയാണ് ഫുട്ബോൾ. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റുകാർ വരും. ക്രിക്കറ്റുകാർ വന്നിക്കണതാ. 7 മണിയായിട്ടും കയറാതെപ്പം ഇങ്ങനെ വന്നിക്കണം ക്രിക്കറ്റുകാർ. 7 മണി മുതൽ ഒരു 8 മണി 8:30 വരെ ക്രിക്കറ്റ്. ഈ തിരക്കൊക്കെ ഇതിപ്പോൾ കേരളോത്സവം കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുണ്ടാവില്ല. അപ്പോഴാണ് ഫുട്ബോളിനൊക്കെ ഒരു ടീം ഇപ്പം പുറത്ത് കളിച്ചുകൊണ്ട് കയറി കുത്തിറക്കണതാ. വേറെ 2 ടീം കളിച്ചണതാ. ക്രിക്കറ്റിൻ്റെ ആൾക്കാർ സ്റ്റെമ്പും ബാറ്റിട്ടതാ നിൽക്കണേ. ഈ ആവേശമൊക്കെ ഇത് കഴിയോളുണ്ടാവും നമ്മളെ കേരളോത്സവം. അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ലീഗോ എന്തെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ ഇതേമാതിരി കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഏതായാലും നമ്മളെ കേരളോത്സവത്ത് ക്രിക്കറ്റ് ഇന്നേനുണ്ടായിൻ്റെത്. അതിപ്പോൾ മാറ്റി വെച്ച്. അതിപ്പോൾ എന്നൊക്കെ അടുത്ത ഞായറാഴ്ചക്കൊക്കെ 1-ാം തീയതിക്കൊക്കെ മാറ്റി വെച്ചേക്കണേ. ശനിയാഴ്ച അല്ലാത്തതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കളിക്കാം. എന്തൊരു മെച്ചം തന്നെയാണ്. പിന്നെ നാളെ ഫുട്ബോളാണെങ്കിൽ തന്നെ ഫുട്ബോൾ നടക്കുന്നത് നമ്മളെ കേരളോത്സവത്തിൻ്റെ കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ കേരളോത്സവത്തിൻ്റെ ഫുട്ബോൾ ഇവിടെ തന്നെ നടക്കുന്നത്. ഏതായാലും ഫുട്ബോളുകാർ കയറി. ഞാൻ അടുത്തത് ഇല്ല, ഫുട്ബോളുകാർ കയറിയിട്ടില്ല, കളി നിർത്തിയിട്ടില്ല. കളി നിർത്താത്തതുകൊണ്ട് പോലെ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കണം ക്രിക്കറ്റുകാർ. ലാസ്റ്റ് ഔട്ടാണ് തോന്നുന്നത്. അത് ഔട്ടായി. എന്തായാലും ഫുട്ബോൾ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത് ക്രിക്കറ്റ്. ഫുട്ബോളുകാർ കയറി പോകണം. ഇനിയിപ്പോൾ ക്രിക്കറ്റിൻ്റെ മാമാങ്കം. എന്നും 2 കളിയാണ് ക്രിക്കറ്റ് കളിക്കൽ. ഫുട്ബോൾ 1 മണിക്കൂറും ക്രിക്കറ്റ് 2 മണിക്കൂറും. ഫുട്ബോൾ 1 മണിക്കൂറും ക്രിക്കറ്റ് 2 കളിയും. ഞായറാഴ്ചകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 കളി ഉണ്ടാവും, വാശിക്കനുസരിച്ച്.